ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹാനോയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിലുള്ള ക്രൂയിസ് ഷിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ബോർഡിങ്ങും പേൾ മ്യൂസിയൊക്കെ ആണല്ലോ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്ന്. ഈ ലേ ജേണി എന്ന് പറഞ്ഞ ക്രൂയിസാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്പീഡ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ ഈ ഷിപ്പിലേക്ക് കയറ്റി. ഒരു ഡൈനിങ് ഹാളിലാണ് ആദ്യം തന്നെ ഇരുത്തിയത്, റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് എല്ലാവർക്കും ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. വാട്ടർമെലൺ ജ്യൂസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസൊക്കെ കഴിച്ചിട്ട് അവർ 2 ദിവസം ഇറ്റിനറിയൊക്കെ ഫുള്ള് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത്, ഓൺ ബോർഡായിട്ടുള്ള ആക്ടിവിറ്റീസും ഫുഡ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളും, പിന്നെ എന്തൊക്കെയാണ് പെയ്ഡായിട്ടുള്ളത്. ഡ്രിങ്ക്സും ആൽക്കഹോളിക് ഡ്രിങ്ക്സൊക്കെ ആയിരുന്നു പെയ്ഡ്, ബാക്കിയുള്ളതെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഡെമോൺസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ നമുക്ക് റൂമിലെ കീ ഒക്കെ തന്നു. പെട്ടിയും ലഗേജൊക്കെ അവർ തന്നെ കൊണ്ടുപോയി. എന്നിട്ട് നമുക്ക് റൂമൊക്കെ കിട്ടിയതിൻ്റെ ശേഷം നമ്മളെല്ലാവരും ചെക്ക് ഇൻ ചെയ്തു. റൂം കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, കുറച്ച് ചെറിയ റൂമാണ്, സൈസൊക്കെ കുറവ്. ബാത്റൂംസ് ആണെങ്കിൽ ഭയങ്കര ചെറുതായിരുന്നു. അത് ഞങ്ങൾ റിവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേ ജേണി എന്നാണ് ഈ ക്രൂയിസിൻ്റെ പേര്. ഒരു 10,000 പെർ ഹെഡ് ഞങ്ങൾക്ക് ചാർജ് ആയത്. പക്ഷേ നമ്മുടെ ബാത്റൂമിലും റൂമിൻ്റെയൊക്കെ സൈസിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇനി പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്നെടുക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ റൂമും ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ടോയ്ലറ്റ്സും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ബാക്കിയെല്ലാം ഭയങ്കര നല്ലതായിരുന്നു. ഫുഡും ആക്ടിവിറ്റീസും അതിനകത്തുള്ള ക്രൂയിസ് ഷിപ്പിലുള്ള ക്രൂയും ആളുകളും എല്ലാം നല്ല, ഗൈഡും ഒക്കെ ഭയങ്കര എനർജറ്റിക്കും ഭയങ്കര ഹാപ്പിയും ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഫുഡും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എന്തൊക്കെയായാലും റൂമിൽ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. എക്സലൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഫുള്ള് കടൽ കണ്ടുകൊണ്ട് കിടക്കാം, കടൽ കണ്ടിരിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാനും ആ ഡെക്കിൻ്റെ മുകളിൽ നിന്നുള്ള ഡിന്നറും ഫുഡും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഫുള്ള് കടലും ഈ മലകളും ഒക്കെ കണ്ട്. ഹാലോങ് ബേ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ലഞ്ച് ഞങ്ങൾക്ക് ഡൈനിങ് ഹാളിൽ തന്നെ നേരത്തെ ഫസ്റ്റ് നമ്മളെ വെൽക്കം ചെയ്തില്ലേ, അതേ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഒരു പംകിൻ സൂപ്പ്, പിന്നെ ഒരു നോൺ വെജ് സാലഡും ഫ്രഞ്ച് ഫ്രൈസും. ഇനി സീ ഫുഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ സീ ഫുഡ് സൂപ്പും ഉണ്ടായിരുന്നു. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡെക്കിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ എല്ലാവരും അധിക സമയം ഡെക്കിൽ തന്നെ പോയിരിക്കുകയായിരുന്നു. ഇരിക്കാനും പിന്നെ ബീച്ച് ചെയർ പോലത്തെ കിടക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഡെക്കിലുണ്ട്. പിന്നെ അവരുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ളത് സർപ്രൈസ് കേവ് എന്ന് പറഞ്ഞിട്ടുള്ള കേവിൻ്റെ വിസിറ്റായിരുന്നു കേട്ടോ. അവർ സ്പീഡ് ബോട്ടിലേക്ക് ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രൂയിസ് ഷിപ്പ് നമ്മളെ സ്പീഡ് ബോട്ടിൽ ഇറക്കും. എന്നിട്ട് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസും കാണിച്ചു തരിക. ആക്ടിവിറ്റീസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്പീഡ് ബോട്ടിൽ ക്രൂയിസ് ഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് സർപ്രൈസ് കേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേവാണ്. ആദ്യം പോണ വഴി ഒരു ഇടുങ്ങിയ വഴിയാണ്, പിന്നെ ചെല്ലുന്തോറും കേവ് വലുതായി വരും. ഇത് നാച്ചുറലി ഉണ്ടായതാണ്. എത്രയോ 5,000 മില്യൺ ഇയേഴ്സൊക്കെ ആയി ഇതുണ്ടായിട്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഫുൾ ലൈം സ്റ്റോൺസ് ആണ്, നാച്ചുറലായിട്ടുള്ള ലൈം സ്റ്റോൺസ് കൊണ്ട് കടലിൻ്റെ ഉള്ളിൽ നിന്ന് അടിഞ്ഞണ്ടായതാണ്. ഇതിൻ്റെ തിക്നെസ് കൂടി വന്ന് ഇങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ കേസായി അത് മാറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും അവർ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. ഈവനിങ് ടീ ഉണ്ടായിരുന്നു, ഡെക്കിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. മുകളിൽ ഡെക്കിൽ വെച്ചിട്ട് ഒരു ഹാപ്പി അവർ എന്നൊക്കെ പറഞ്ഞ അവറുണ്ട്. ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ ബൈ 1 get 1 ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാത്തവർക്കൊക്കെ ഒരു ഈവനിങ് ടീയും കുറച്ച് ചെറിയൊരു സാൻഡ്വിച്ചും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ കുറച്ച് ഫ്രൈഡ് ചിപ്സും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൈഡിൽ തന്നെ അവർ അവരുടെ ഈ സ്പ്രിംഗ് റോൾ ഉണ്ടല്ലോ, വിയറ്റ്നാമിൻ്റെ ഭയങ്കര സ്പെഷ്യലാണ് സ്പ്രിംഗ് റോള്. ആ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ ഈവനിങ് ആയപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു ആംബിയൻസും ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഡെക്കിലേക്ക് ഇരുന്ന് വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കൊണ്ടുപോയി, കായാക്കിങ്ങിന് കൊണ്ടുപോയി. അതും ഇതേപോലെ തന്നെ എല്ലാവരോടും സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അതുപോലെ കായാക്കിങ്ങിൻ്റെ ബോട്ടിൽ കൊണ്ടുപോയി. ഒരു 1 hour എല്ലാവർക്കും കായാക്കിങ് ഉണ്ടായിരുന്നു. കയാക്കിങ് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ അവർ ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനുള്ള കുക്കിംഗ് ക്ലാസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് സീ ഫുഡ് ഇടാൻ പറ്റും. ഷ്രിമ്പ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പോർക്ക് ഉണ്ടായിരുന്നു, എഗ്ഗ് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ എന്താ അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മളുണ്ടാക്കിയ സ്പ്രിംഗ് റോൾ നമുക്ക് കഴിക്കാനും തരും, നമ്മളിഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാം. ഇവരൊരു റൈസ് പേപ്പർ എന്ന് പറഞ്ഞൊരു തിന്നായിട്ടുള്ളൊരു പേപ്പറാണ്. അതാണ് ഇവർ സ്പ്രിംഗ് റോൾ ഷീറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പോലെ തിക്കായിട്ടുള്ള ഷീറ്റല്ല, അങ്ങനെ തിന്നായിട്ടുള്ള റൈസ് പേപ്പർ റോൾസ്. അത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി പ്രീ കുക്ക്ഡായിട്ട് വരുന്നതാണ്. അതിനകത്ത് നമ്മളിതൊക്കെ ഈ ഫില്ലിങ്സ് നമ്മൾ ഇൻട്രസ്റ്റിനനുസരിച്ച്. റൈസ് നൂഡിൽസ് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നൂൽപുട്ടൊക്കെ പോലെയുള്ളൊരു സാധനമാണ് ഈ റൈസ് നൂഡിൽസ് ഇവർ മെയിൻലി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വേണ്ട വെജിറ്റബിൾസും ചിക്കനോ ഫിഷോ മീറ്റോ എന്താണോ നമ്മളെ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് വെച്ചിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഒരു സോസ് ഇവർ നല്ല അടിപൊളി ടേസ്റ്റഡ് ഒരു സോസ് ഉണ്ട് കേട്ടോ. ആ സോസിൽ ഇങ്ങനെ മുക്കിയിട്ടാണ് ഈ സ്പ്രിംഗ് റോൾ സെർവ് ചെയ്യുന്നത്.
അങ്ങനെ നമുക്ക് സ്വന്തം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതുകൊണ്ട് അതെല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഷ്രിമ്പ്, പ്രോൺസ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് സ്പ്രിംഗ് റോൾസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നേരം കൂടി എല്ലാവരും ഡെക്കിലേക്ക് ഇരുന്നു. ഡിന്നർ നമുക്ക് താഴെ ഡൈനിങ് ഹാളിലായിരുന്നു അന്ന് സെർവ് ചെയ്തത്. നല്ല അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ. ബുഫേ അല്ല, അവർ ടേബിളിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യുക ചെയ്തത്. ഈ പ്രോൺസും ഓയിസ്റ്ററും ഒക്കെ കൂടിയുള്ള ഒരു സ്റ്റാർട്ടറും, പിന്നെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് വിത്ത് ബ്രൊക്കോളി ആൻഡ് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം നല്ല ഡെസേർട്ടും റൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സോയ റൈസും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം ആ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെക്കിൽ വെച്ചിട്ട് തന്നെ ഒരു മ്യൂസിക് ടൈം ഉണ്ടായിരുന്നു. അത് തന്നെ അവരുടെ ക്രൂ തന്നെ 1-2 പാട്ടൊക്കെ പാടി. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ കുറേ പേര് പാടി. പാടുന്നവർക്കൊക്കെ പാടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. രാത്രി ഒരു 11 മണി വരെയൊക്കെ ഇങ്ങനെ മ്യൂസിക് നൈറ്റായിട്ട് പോയിട്ടോ. എല്ലാവരും കുറേ പേര് പാടി, കുറേ കുട്ടികൾ പാടി, എല്ലാവരും പാടി. അങ്ങനെ പാട്ടുകളൊക്കെ കഴിഞ്ഞ് പിന്നെ നൈറ്റിലെ സ്കൈയും ആ കടലും ആ ചുറ്റും കാണുന്ന കപ്പലുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഫുൾ ലൈറ്റഡായിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ആ ഡെക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ പിന്നെ എല്ലാവരും ഉറങ്ങി. പിന്നെ രാവിലെ ഏർലി മോർണിംഗിൽ ഒരു 6:30-ക്ക് അവർ രാവിലെ അവരുടെ ഒരു യോഗയൊക്കെ പോലെ അവരുടെ ഒരു എക്സസൈസ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എണീറ്റപ്പത്തിനും അത് കഴിഞ്ഞു പോയി. പിന്നെ അങ്ങനെ ഒരു ചെറിയ ടീയും കോഫിയും കുറച്ച് സാൻഡ്വിച്ച്, അവരുടെ വിയറ്റ്നാമീസ് നൂഡിൽസ്, അങ്ങനെ ഒരു ചെറിയ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഹെവി ആയിട്ട് ഒരു 10:30-ക്കാണ് ബ്രഞ്ചായിട്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട്. രാവിലത്തെ ആ മോർണിംഗ് വ്യൂവും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ചുറ്റും നല്ല കടലൊക്കെ അങ്ങനെ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും കടലും ഒക്കെ ആയിട്ട് കാണാൻ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഒരു 10-10:30-യോടുകൂടി രാവിലെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് 8 മണിക്ക് നമുക്കൊരു ബീച്ച് വിസിറ്റും ബീച്ച് സ്വിമ്മിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ബുഫേ ബ്രഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലോട്ടസ് സൂപ്പ്, പിന്നെ ഈ ജെല്ലി ഫിഷും വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടുള്ള ഒരു സാലഡ്, പിന്നെ കുറച്ച് 1-2 ഡെസേർട്ട്സും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും നൂഡിൽസും. അവിടുത്തെ നൂഡിൽസ് ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത് പോർക്കിൻ്റെ ആയിരുന്നു. പോർക്ക് കഴിക്കുന്നവർക്ക് കഴിക്കാം. പോർക്ക് സോസേജും പിന്നെ സ്ക്വിഡ് സ്റ്റിർ ഫ്രൈ, പിന്നെ ചിക്കൻ വിങ്സ് ഒരു സോയാ സോസിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഒരു ബ്രോസ്റ്റഡ് ഫിഷും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി മെനു ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഫ്രഞ്ചും കൂടി കഴിച്ചതോടുകൂടി നമ്മളെ ക്രൂയിസ് എൻഡ് ചെയ്യാണ്. എല്ലാവരോടും ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ് കീയൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ നമ്മളെ അടുത്തതായിട്ട് അവർ ഒരു 11 മണിയോടുകൂടി ഒരു സ്പീഡ് ബോട്ടിലേക്ക്, നമ്മൾ സാധാരണ എല്ലാ ട്രാൻസിലും കൊണ്ടുപോകുന്ന പോലെ സ്പീഡ് ബോട്ടിലേക്ക് ഇറക്കും. പിന്നെ നമ്മുടെ ലഗേജൊക്കെ അവർ തന്നെ കയറ്റി നമ്മുടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഷട്ടിൽ ബസ്സിലേക്ക് എത്തിക്കും. അങ്ങനെ ഈ ട്രിപ്പൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടോപ്പ് ഫുഡ് ആൻഡ് ട്രാവൽസ്.